പത്തനംതിട്ട കലഞ്ഞൂർ അനന്തു കൊലക്കേസിൽ ശിക്ഷാവിധി 3 മണിക്ക്. പ്രതി ശ്രീകുമാർ കുറ്റക്കാരനെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഭാര്യയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അയൽവാസി ശ്രീകുമാറാണ് അനന്തുവിനെ കൊലപ്പെടുത്തിയത്. 2023 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, പറയൂ. നിലവിൽ അല്പസമയത്തിനകം തന്നെ ഈ പ്രമാദമായിട്ടുള്ള കേസിന്റെ വിധി വരികയാണ്, അല്ലെങ്കിൽ ശിക്ഷാവിധി 3 മണിയോടുകൂടി പത്തനംതിട്ട കോടതി പ്രഖ്യാപിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിയായിട്ടുള്ള ശ്രീകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട കലഞ്ഞൂരിൽ ആണ് ഇത്തരത്തിലൊരു കൊലപാതകം 2023 നടന്നത്. അതായത് ഇവർ അയൽക്കാരായിരുന്നു, അനന്തുവും ഒപ്പം ശ്രീകുമാറും. അതായത് ശ്രീകുമാർ ഈ അനന്തുവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം മൃതദേഹം സമീപത്തെ കനാലിൽ കൊണ്ടുവന്ന് തള്ളുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതൊരു കൊലപാതകമാണ് എന്ന് വ്യക്തമായിരുന്നില്ല. ഇത് ആത്മഹത്യാ ശ്രമമാണെന്നായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ, പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലായത്. പിന്നീട് തുടർ നടപടികൾ, അന്വേഷണത്തിന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച് തുടർ നടപടികൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്നും തുടർന്ന് ഈ ശ്രീകുമാറാണ് കുറ്റക്കാരനെന്നും പോലീസ് കണ്ടെത്തുകയും ഒക്കെ തന്നെ ചെയ്തത്. തുടർന്ന് ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ കൊലപാതകത്തിന്റെ കാരണം ശ്രീകുമാറിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സംശയങ്ങളാണ്. അനന്തുവും ഭാര്യയുമായി ഉള്ള സംശയം ശ്രീകുമാറിനുണ്ടായിരുന്നു. അവരുടെ ബന്ധം ശരിയല്ല എന്നുള്ള രീതിയിലുള്ള സംശയമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയൽക്കാരനായിട്ടുള്ള അനന്തുവിനെ ശ്രീകുമാർ ഈ കമ്പിവടി ഉപയോഗിച്ചുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടായത്. പ്ലംബറായിട്ട് ജോലി ചെയ്യുന്ന യുവാവായിരുന്നു അനന്തു. ഇത്തരത്തിൽ ഈ സംഭവം നടക്കുന്ന അന്ന് വൈകിട്ട് ഈ അനന്തുവും കൂട്ടുകാരും തമ്മിൽ അവിടെ ഒരു ഷെഡിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ശ്രീകുമാർ അങ്ങോട്ടേക്ക് എത്തുകയും ഈ സുഹൃത്തുക്കൾ പോകുന്നത് വരെ കാത്തിരിക്കുകയുമായിരുന്നു. അതിനുശേഷം സുഹൃത്തുക്കൾ പോയതിനു ശേഷം അനന്തുവിൻ്റെ തലയ്ക്ക് ഈ കമ്പി ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയും അതിനുശേഷം മൃതദേഹം വലിച്ചിഴച്ചുകൊണ്ടും തോളിലേറ്റിക്കൊണ്ടുമാണ് സമീപം 1/2 കിലോമീറ്ററോളം ദൂരം അങ്ങനെ കൊണ്ടുപോയിട്ടാണ് കനാലിൽ തള്ളിയിട്ടത്. തുടർന്ന് പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ മൃതദേഹം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ സമയത്ത് പോലും ശ്രീകുമാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ച സമയത്താണ് ശ്രീകുമാർ അവിടെ നിന്ന് മുങ്ങുന്ന സംഭവം ഉണ്ടായത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു കൊലപാതകമാണെന്ന് തെളിയുകയും അനന്തുവിൻ്റെ ചെവിയുടെ മുകളിലായിട്ട് ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തുകയും ഒക്കെ തന്നെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതൊരു കൊലപാതകമാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിൽ, ശാസ്ത്രീയ പരിശോധനയിൽ അടക്കമാണ് ഈ ശ്രീകുമാറാണ് പ്രതി എന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്തത്. തുടർന്ന് നടന്ന് 2 വർഷത്തോളം ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. അതിനുശേഷമാണ് കോടതി ഈ ശ്രീകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. എന്തായാലും അല്പസമയത്തിനകം ശ്രീകുമാറിന്റെ ശിക്ഷ എന്തായിരിക്കും ഈ കേസിൽ എന്നുള്ളത് കോടതി വിധിക്കുന്നുണ്ടാവും. ഓക്കെ, പത്തനംതിട്ട കലഞ്ഞൂർ അനന്തു കൊലക്കേസിൽ ശിക്ഷാവിധി 3 മണിക്ക് കോടതി പുറപ്പെടുവിക്കാൻ പോകുകയാണ്. ഗോകുൽ രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.